സ്വന്തമായിട്ട് ഹെലികോപ്റ്ററൊക്കെ പോകാൻ വഴിയുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ ട്യൂഷൻ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് റിച്ചു വളരെ നേരത്തെയാണ് ക്ലാസ്സിന് വന്നത്. കിച്ചു ആണെങ്കിലോ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. കുഞ്ഞാറ്റ ഇന്ന് ആബ്സെന്റ് ആയിരുന്നു. കിച്ചു ഇന്ന് നല്ല രീതിയിൽ മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ടാണ് വന്നത്. അപ്പൊ ഈ സുന്ദരിക്ക് നമുക്ക് പൊട്ട് തൊട്ട് കൊടുത്താലോ? കൂട്ടത്തിൽ 2 വാലൂടെ വരയ്ക്കാം. ഇപ്പൊ എന്താ ഒരു സൗന്ദര്യം. നമ്മുടെ കിച്ചുവിനും കുഞ്ഞാറ്റയ്ക്കും ശനിയാഴ്ച ക്ലാസ് ഉണ്ടായിരുന്നു, ഞായറാഴ്ച ക്ലാസ്സിലായിരുന്നു. ശനിയാഴ്ച ക്ലാസ്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇവർക്ക് എക്സാം നടത്തണമെന്ന്. അങ്ങനെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എഴുതി തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 7ാം ക്ലാസ്സിലെ സോഷ്യലിന്റെ 2ാമത്തെ അധ്യായത്തിൽ ഒരു ക്വസ്റ്റ്യൻ 12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു ബസവണ്ണ. അപ്പൊ താഴെ നൽകിയിരിക്കുന്നവയിൽ ബസവണ്ണയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 4 ഞാൻ വായിക്കും. 1. വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചു. 2ാമത്തത് താമസ സ്ഥലങ്ങൾ ഖാൻ ഗാഹുകൾ എന്നറിയപ്പെടുന്നു. എംഗാറിൽ അതായത് പൊതു അടുക്കള പ്രാധാന്യം വ്യക്തമാക്കി. ചർച്ചയിൽ രൂപപ്പെടുന്ന ആശയങ്ങൾ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിൽ എത്തിച്ചു. ഏതൊക്കെയാ വരുന്നത്? എയും ഡിയും ആണ് വരുന്നത്. വീരശൈവ പ്രസ്ഥാനം രൂപീകരിച്ചതും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വചൻസിന്റെ രൂപത്തിൽ എത്തിച്ചതും മണ്ഡപം രൂപീകരിച്ചതും ഒക്കെ ആരാണ്? ബസവണ്ണയാണ് കേട്ടോ. എന്റെ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിനകത്ത് ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ച് സൂഫി പ്രസ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ബസവണ്ണയും കബീറിനെയും അതുപോലെ മീരാഭായിയെ പോലുള്ള കുറെ ആൾക്കാരുടെ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും അനുഭവ മണ്ഡപം രൂപീകരിച്ചതും ഒക്കെ നമ്മുടെ ബസവണ്ണയാണ്. അനുഭവ മണ്ഡപം നന്നായിട്ട് പഠിക്കണം. അപ്പൊ നമ്മുടെ കിച്ചുവിന്റെ എക്സാമിന് 19 മാർക്ക് കിട്ടി. അതുകൊണ്ട് ഇന്ന് അവൾക്ക് സ്റ്റിക്കി നോട്ട് കിട്ടി. ഓരോ സമയത്ത് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഇവന്മാർ ഓരോ തരത്തിലുള്ള ഇലകൾ കൊണ്ടുവരും. ഇന്ന് കൊണ്ടുവന്ന ഇതാണ്. ഇത് ഭയങ്കര നൊസ്റ്റാൾജിയാണ്, കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 5ാം ക്ലാസ്സിന്റെ ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ ഫാറൂഖ് നോക്കുന്നത്. ഫാറൂഖിന്റെ ഹിന്ദിയുടെ കാര്യത്തിൽ എനിക്ക് വിഷയമൊന്നുമില്ല, അവനെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് മലയാളമൊക്കെയാണ് ഫാറൂഖിന്റെ കാര്യത്തിൽ പേടി. 4ാം ക്ലാസ്സിൽ വളരെ കുഴപ്പമില്ലാതെ എല്ലാത്തിനും മാർക്ക് ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിലോട്ട് വന്നപ്പോൾ വിഷയങ്ങളുടെ എണ്ണം കൂടി, പഠിക്കാനുള്ള പോർഷൻസ് കൂടി. അതൊക്കെ കൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു പേടി പറഞ്ഞത്. എന്നിട്ടുണ്ട് വാക്യവുമുണ്ട്. ഇത് വായിച്ചു നോക്കിയിട്ട് കൃത്യമായിട്ട് അത് ക്രമത്തിൽ എടുത്ത് തന്നാൽ മതി കേട്ടോ. പിന്നീടുള്ള ടൈമിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എല്ലാവർക്കും എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ എഴുതി കൊടുക്കണമായിരുന്നു. 13ാം തീയതി എക്സാം തുടങ്ങാണ്. എല്ലാവരും പോയതിനു ശേഷം പിന്നെ ഞങ്ങൾക്കൊന്ന് പുറത്തോട്ട് പോകണമായിരുന്നു. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അമീർക്കയുടെ കട. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നതാണ് എൻ്റെ വീട്. അമ്മ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.